എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അവക്കാഡോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് പഴുത്ത ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് നമുക്ക് അകത്തെ കുരു ഒന്ന് മാറ്റാം. പഴുത്ത എടുക്കുമ്പോഴാണ് നല്ല രുചിയോ അല്ലെങ്കിൽ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. ഈ അകത്തെ കുരു ഇതുപോലെ എടുത്ത ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ അകത്തെ പാട്ടൊന്ന് മാറ്റാം. അതൊരു സ്പൂണ് വെച്ച് ഇങ്ങനെ കോരിയെടുത്ത് അത് വരുന്നതാണ്. ഇതുപോലെ അപ്പോൾ നമുക്ക് രണ്ടും മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനൊരു അരക്കപ്പ് പാല് ഒന്ന് ഫ്രീസറിൽ ഒന്ന് കട്ടയാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മണിക്കൂർ മുമ്പ് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കട്ടയാകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം അതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കട്ടയായിട്ടിരിക്കുന്ന പാല് ഒരു അരക്കപ്പാണിത്. ഇനി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോഴാണ് ഒരു തിക്നെസ് നമുക്ക് കിട്ടുന്നത്, അതുപോലെ നല്ല തണുപ്പും കിട്ടുന്നു. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്കൊരു അരക്കപ്പ് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന് ആവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷേക്കിനൊരു പ്രത്യേക രുചിയുണ്ടാകും. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു 3 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം. നമ്മൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇത് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ടോപ്പിങ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐസ്ക്രീം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്കിനി കുറച്ച് ആൽമണ്ട് ഒന്ന് സ്ലൈസ് ആക്കിയതൊന്ന് അതിന് മേലിലേക്ക് ടോപ്പിങ്സ് പോലെ ഇടുന്നുണ്ട്. നമുക്കിതിന് പകരമായിട്ട് നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ കുറച്ച് തേനും കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉള്ള തന്നെ അടിപൊളി അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോ കാണും. ടാറ്റ ബൈ ബൈ, സീ യു.